നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് ചരിത്രധ്വനി. അടിവ വംശത്തിലെ തന്നെ ഏറ്റവും ഭീതിജനകമായ എന്നാൽ സുൽത്താനേറ്റിനെ സുശക്തമാക്കിയ ഒരു ഭരണാധികാരിയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. റസിയ സുൽത്താനയ്ക്ക് ശേഷം വന്ന ദുർബലരായ ഭരണാധികാരികളെ നീക്കി അധികാരം പിടിച്ചെടുത്ത ഗിയാസുദ്ദീൻ ബാൽബൻ. ഡൽഹി സുൽത്താനേറ്റിലെ ചരിത്രത്തിലെ ഏറ്റവും കർശനക്കാരനായ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. സുൽത്താൻ ദൈവത്തിന്റെ നിഴലാണ് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം അധികാരം ഉറപ്പിക്കാൻ സ്വീകരിച്ച അതിക്രൂരമായ നടപടികളായിരുന്നു. രാജ്യത്തെ കലാപങ്ങളെ അടിച്ചമർത്താൻ ബാൽബൻ സ്വീകരിച്ച നയമാണ് ചോരയും ഇരുമ്പും. ശത്രുക്കളോട് ഒട്ടും ദയ കാണിക്കാത്ത ഈ രീതി സുൽത്താനേറ്റിന് വലിയ ആഭ്യന്തര സുരക്ഷ നൽകി. സുൽത്താന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നു. സുൽത്താന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന സിജ്ദ രീതിയും സുൽത്താന്റെ പാദങ്ങൾ ചുംബിക്കുന്ന ബൈബോസ് രീതിയും അദ്ദേഹം നിർബന്ധമാക്കി. പേർഷ്യൻ പുതുവത്സര ആഘോഷമായ നവറോസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബാൽബനാണ്. ഇൽത്തുമിഷ് ഉണ്ടാക്കിയ 40 പ്രമുഖരുടെ സംഘടനമായ ചഹൽഹാനി സുൽത്താന്റെ അധികാരത്തിന് ഭീഷണിയാണെന്ന് കണ്ട ബാൽബൻ ആ സംഘത്തെ പാടെ ഇല്ലാതാക്കി. അതോടെ അധികാരം മുഴുവൻ സുൽത്താനിൽ കേന്ദ്രീകരിച്ചു. രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി അറിയാൻ ബാൽബൻ ഒരു ശക്തമായ ചാര സംഘടന രൂപീകരിച്ചു. ഭാരത് എന്നാണ് ആ ചാരന്മാർ അറിയപ്പെട്ടിരുന്നത്. അടിവംശത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച ഭരണാധികാരിയായിരുന്നു ബാൽബൻ. അദ്ദേഹത്തിന് ശേഷം അടിവംശം ക്ഷയിക്കുകയും ഖിൽജി വംശം അധികാരത്തിൽ വരികയും ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ പരിഷ്കർത്താവ് ആയ അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ച് സംസാരിക്കാം.